മലപ്പുറത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ PFI ബന്ധങ്ങളിലേക്കും അന്വേഷണം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുറപ്പിക്കാനുള്ള പദ്ധതിയാണെന്ന സംശയമാണ് ബലപ്പെടുന്നത്. PFI കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ മിഷൻ 247 രേഖകൾ പിടിച്ചെടുത്തിരുന്നു. കേസിൽ NIA അന്വേഷണം വേണമെന്ന ആവശ്യം VHP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മിഷൻ 2047 പദ്ധതിയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ, ലഘുലേഖകൾ എന്നിവ വിവിധ അന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തിരുന്നു. 2047ഓടെ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കാനായിരുന്നു PFI പ്രവർത്തനങ്ങളെന്ന റിപ്പോർട്ട് NIA കോടതിയിലും സമർപ്പിച്ചിരുന്നു. ലക്ഷ്യത്തിലേക്കെത്താൻ ഏത് വിധേനയും ഭരണ അധികാര കേന്ദ്രങ്ങളിൽ കയറിപ്പറ്റണമെന്ന ലക്ഷ്യത്തിനായി വ്യാജ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളിൽ, തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ രാജ്യവിരുദ്ധ ശക്തികൾ കയറിപ്പറ്റിയതായാണ് സംശയം. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിന് NIA കേസ് ഏറ്റെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. ഭാരതത്തിൻ്റെ ഐക്യത്തിനെയും അഖണ്ഡതയും തകർക്കുന്ന അതിഗുരുതരമായ സാഹചര്യം ഉള്ളതുകൊണ്ട് ഉടനടി തന്നെ ഈ കേസ് NIAക്ക് കൈമാറി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും ആരൊക്കെ ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിയിട്ടുണ്ട്, അവരിലേക്ക് ഇത് എങ്ങനെ എത്തി, അവർ ഇതുമായിട്ട് ബന്ധിപ്പിച്ചത് ആരാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുകയേ പറ്റത്തുള്ളൂ. വേറെ യാതൊരു ആൾട്ടർനേറ്റീവുമില്ല. കേരള പോലീസ് ഈ കാര്യത്തിൽ നിസ്സഹായരാണ്. കാരണം നോക്കൂ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് കേരള സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യാതൊരു അന്വേഷണം അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു SIയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രം റെയ്ഡ് ചെയ്തത്. അപ്പോൾ തന്നെ ഇതിൻ്റെ പരിമിതികൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് NIA പോലുള്ളൊരു ഏജൻസി ഈ കേസ് അന്വേഷിക്കുക തന്നെ വേണം. 80,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ മലപ്പുറം പൊന്നാനിയിൽ നിന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നത്. തിരൂർ സ്വദേശികളായ 7 പേരടക്കം 10 പേരായിരുന്നു പിടിയിലായത്. കഴിഞ്ഞ മാസം അറസ്റ്റിലായ ഇർഷാദിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ജനം, കൊച്ചി.